ഓരോ ദേവസങ്കല്പങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് കൃത്യമായിട്ട് സയൻസായിട്ട് നമുക്കിത് പഠിക്കുവാൻ കഴിയും. ഇതൊന്നും അന്ധവിശ്വാസമല്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് അന്ധവിശ്വാസത്തിൻ്റെ ഒരു മായിക ലോകത്തുള്ള കാര്യങ്ങളാണ് ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്നത്. അന്ധവിശ്വാസത്തിൻ്റെ മാറാപ്പും തലയിലേറ്റിയാണ് 18 പടിയും ഇപ്പോൾ ഭക്തന്മാർ കയറുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സയൻസിലേക്ക് വന്നാൽ ലോകം നമിക്കുന്ന ശാസ്ത്രതലമാണ് ശബരിമലയിൽ. അപ്പോൾ ആ ശബരിമലയിലെ ശാസ്ത്രതലത്തിലേക്ക് നമ്മൾ ഓരോ ദേവസങ്കല്പങ്ങളെയും വലിയ വിശദമായിട്ടുള്ള കാര്യങ്ങളിലൂടെയല്ല, നിങ്ങളുടെ സമയം അധികം എടുക്കാതെ തന്നെ, ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ്, അധികം സമയം എടുക്കാതെ തന്നെ ഓരോ ദേവസങ്കല്പങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞ് ആചരിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ മാത്രമാണ് നമ്മളുടെ ആചാരങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത്. നമ്മളുടെ ആചാരം ആചരിക്കപ്പെടേണ്ടതാണോ അതെയോ അത് അനാചാരമാണോ എന്നറിയണമെങ്കിൽ നമ്മൾക്ക് ഈ ദേവസങ്കല്പങ്ങളെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ. കാരണം നമ്മളെല്ലാവരും ശാസ്ത്രത്തിലാണ് വിലയം പ്രാപിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഞാൻ ഇന്ന് ഈ പ്രോഗ്രാം നിർത്തുകയാണ്. വീണ്ടും തുടരാം. നിങ്ങളുടെ